നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാളൻകാവ് നവീകരണ സഹസ്ര കലശം. രണ്ടാം ദിവസത്തിൽ തിലഹോമം, മുളപൂജ, ബിംബ പരിഗ്രഹം, ജലാധിവാസം, ഭഗവതി സേവ തുടങ്ങി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി പ്രഭാഷണവും തിരുവാതിരക്കളിയും അരങ്ങേറി.
പുലരും മുമ്പുണരേണം, ഉണർന്നാൽ പല്ലു തേക്കണം, പുലർന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം, അമ്മയെ കാണണം മുമ്പിൽ അച്ഛനെ തൊഴുതിയിടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്നും ഓർക്കണം. അങ്ങനെ കുറേ ഉണ്ട്. കുളിക്കണ കാര്യങ്ങളൊക്കെ വെളുപ്പം കുളിക്കണം, വെളുത്തുള്ളത് കൊടുക്കണം, അങ്ങനെ. അത് നിത്യകർമാനുഷ്ഠാനം. അതിന് പുറമെയാണ് കുടുംബ ആചാരങ്ങൾ. ഒരു വീട്ടിൽ ജനനം മുതൽ മരണം വരെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുണ്ട്. ജനനം മുതലല്ല, ഗർഭാധാനം മുതൽക്ക് എന്ന് പറയാം. ഗർഭധാരണം മുതൽക്ക് തന്നെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുണ്ട്. 16 കൂട്ടമായിട്ടാണ് പറയണത്. അതിലൊന്നു പോലും ഇപ്പോഴും ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും പരമാവധി ആചാരങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ ആരുടെയും വീട്ടിലില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ജനിച്ച് വീണൊരു കുഞ്ഞിന് ജാതകർമ്മം, ജാതയ്ക്ക് പോലല്ല, മുഖത്ത് വെള്ളം തളിക്കുക എന്ന് പറയും. നിങ്ങളുടെ മുഖത്തൊക്കെ തളിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കാരണന്മാർ. പക്ഷെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ജാതകർമ്മം ഉണ്ടോ? ഇല്ല, നടക്കുന്നില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? കുടുംബത്തിൽ പറഞ്ഞതിൻ്റെ ഗുണങ്ങളൊന്നുമില്ല. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരു ബസ്സിൽ കോളേജിലേക്ക് പോവുക. പ്രിൻസിപ്പാളായിരുന്നു എന്നാണ് പറയണത്. എനിക്ക് കുട്ടികളാരും സീറ്റ് തരില്ല. പ്രിൻസിപ്പാളൊക്കെ എന്തിനാ സീറ്റ്? എനിക്കതിൽ വിരോധമില്ല, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും കേട്ടോ, വയസ്സായിട്ടുള്ള ആൾക്കാർ സീറ്റ് എനിക്ക് വേണമെന്ന് പറയും. പണ്ട് ഞാൻ പറയില്ല. പക്ഷെ 86 വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശി നിന്ന് വരയ്ക്കുക. പെൺകുട്ടികൾ നിറച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി പോലും ആ മുത്തശ്ശിക്ക് ഒരു സീറ്റ് കൊടുക്കണില്ല. എനിക്ക് വേദന തോന്നിയിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയില്ലേ ഈ ബസ്സിൽ ഈ മുത്തശ്ശിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ? ഒരു പെൺകുട്ടി പോലും എഴുന്നേറ്റില്ല. അപ്പോൾ ഈ മുത്തശ്ശി പറയുക, അതിന് സാറേ, ഇപ്പം ആരും കുടുംബത്തിൽ ജനിക്കാറില്ല, എല്ലാവരും ആശുപത്രിയിലാണ് ജനിക്കൽ. ശരിയല്ലേ? ആസ്പത്രിയിലല്ലേ നിങ്ങളെയൊക്കെ പ്രസവിച്ചിരിക്കണത്? നിങ്ങളുടെയൊക്കെ പ്രസവം ഇപ്പോൾ കുടുംബത്തിൽ ജനിക്കില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം ഈ ജാതകർമ്മം മുതൽക്കുള്ള കാര്യങ്ങൾ ഇല്ലാതെയായി എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചടങ്ങുകളൊക്കെ. ഈയിടെ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എനിക്ക് വേദനയുണ്ട് പറയാൻ. കുഞ്ഞിൻ്റെ പേരുവിളി കർമ്മം, അതിന് ചിക്കൻ ബിരിയാണി വെച്ച് വിതരണം ചെയ്തിരിക്കുന്നു. ബിരിയാണി വരുന്നവർക്കൊക്കെ എന്തായി കാണിക്കണത്? ഇതില്ലാതെ മനുഷ്യന് ഭക്ഷണം ഇറങ്ങില്ല എന്നുണ്ടോ? ബ്രാഹ്മണരുടെ കാര്യം പറയാൻ അത് ഞാൻ പറയണം. പക്ഷെ അല്ലാത്തവരുടെ കാര്യമോ ഒന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. സ്ത്രീകളോട് ചോദിക്കാം, നിങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ടോ? ആഴ്ചയിൽ 5 ദിവസവും അമ്പലത്തിൽ പോകാൻ പറ്റില്ല. കാരണം ഭർത്താവിനും കുട്ടികൾക്കും ഓഫീസിൽ പോകണം, എനിക്ക് ഓഫീസിൽ പോകണം. എവിടെയാണ് നേരം? അപ്പോൾ ശനി ഞായറോ അന്ന് വീട്ടിൽ കോഴിയിറച്ചി, ആട്ടിറച്ചി, ഇറച്ചിയൊക്കെ വയ്ക്കണത്, പശു ഇറച്ചിയൊക്കെ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ല.